ഇനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം പാചകവാതക പ്രതിസന്ധിയാണല്ലേ. അതിനിടയിൽ ആലപ്പുഴയിൽ നിന്ന് ഒരു റിപ്പോർട്ട് ഇന്ന് വന്നു. അതായത് ഹോട്ടൽ ഉടമയ്ക്ക് കിട്ടിയത് വെള്ളം നിറച്ച സിലിണ്ടർ എന്നാണ്. എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം. 1880 രൂപ മുടക്കി വാങ്ങിയതാണ് ഈ പാചകവാതക സിലിണ്ടർ. പുന്നപ്ര കുറവൻതോട്ടിലെ ഹോട്ടലിൽ പാചകം തുടരുന്നതിനിടെ സ്റ്റൗ അണഞ്ഞുപോയി. നിറകുറ്റിയായതുകൊണ്ട് സ്റ്റൗവിൻ്റെ കുഴപ്പമാണെന്നാണ് ആദ്യം കരുതിയത്. പിന്നീടാണ് മനസ്സിലായത് സിലിണ്ടറിൽ LPGക്കൊപ്പം വെള്ളവുമുണ്ടെന്ന്. രൂപയാണ് ഒരു കുറ്റി ഗ്യാസിൻ്റെ വില. അതിൽ 10 കിലോയോളം വെള്ളമാണ് ആ ഗ്യാസ് കുറ്റിയുടെ അകത്ത്. ഏജൻസി ഒരു സപ്ലൈ ചെയ്യാമെന്ന് അവരോട് പറഞ്ഞിട്ട് അവർ ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ടെസ്റ്റർ വെച്ച് കുത്തി നോക്കുമ്പോൾ അകത്തുനിന്ന് വെള്ളമാണ് വരുന്നത്. നമുക്ക് 9 കിലോ കിട്ടിയിട്ടുണ്ട്, ബാക്കി 10 കിലോ വെള്ളമാണ് ഉള്ളത്. ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന ഏജൻസിയുടെ ആൾക്കാരുമായപ്പോൾ അവർ കൈമലർത്തിയാണ്, അവർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ആലപ്പുഴയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഏജൻസിയിൽ നിന്നാണ് സിലിണ്ടർ വാങ്ങിയത്. പരാതി പറഞ്ഞപ്പോൾ അനുകൂലമായിരുന്നില്ല ഏജൻസിയുടെ പ്രതികരണം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. രഘു, ഇത് എന്താണ് സംഭവം? എന്തെങ്കിലും തട്ടിപ്പാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ? എന്താണ് ഉണ്ടായത്? തട്ടിപ്പാണെന്നാണ് ഭൂരിഭാഗം ഉപഭോക്താക്കളുടെയും വിശ്വാസം. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. LPG സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് കഴുകാറുണ്ട്. ഒരു ബെൽറ്റിലൂടെ കടത്തിവിട്ടാണ് കഴുകുന്നത്. ഈ ടാപ്പിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ബെൽറ്റ് നിന്നു പോവുകയോ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കാരണം ആ വെള്ളം ഈ സിലിണ്ടറിലേക്ക് നിറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇതിനുശേഷം ഇത് മുന്നോട്ട് പോയി ഗ്യാസ് ഫില്ല് ചെയ്യും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ബാക്കിയുള്ളതായിരിക്കും, വെള്ളത്തിൻ്റെ ഭാരം കഴിഞ്ഞുള്ള ഗ്യാസ് ആയിരിക്കും റീഫില്ല് ചെയ്യുക. പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇതിനകത്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. സാധാരണ നിലയിൽ ഇത് വല്ലപ്പോഴും ഇങ്ങനെയുള്ള പരാതികൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പരാതികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഗ്യാസ് ഏജൻസികൾ ഈ വെള്ളത്തിൻ്റെ തൂക്കം മനസ്സിലാക്കി ആ പണം ഒന്നിൽ മടക്കി കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത തവണ ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുമ്പോൾ അത് കുറച്ച് കൊടുക്കുന്നതാണ് പതിവ്. എന്തായാലും ഇത് ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സാധാരണ സ്വർണത്തിൻ്റെ വില എന്നൊക്കെ പറയുന്നത് പോലെ വില കൊടുത്താലും ഗ്യാസ് വാങ്ങാൻ കിട്ടാത്ത ഒരു അവസ്ഥയിലൂടെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിതൊരു തട്ടിപ്പാണോ എന്നൊരു സംശയമോ കാത്തി തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്തായാലും ഗ്യാസ് ഏജൻസി ഇതിലെ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ കൈമലർത്തിയതാണ് ഇവിടുത്തെ ഒരു തെറ്റായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത്.